നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹലോ ആൻഡ് ഗുഡ് ബൈ നിങ്ങൾ അവസാനിച്ചു. ഹമാസിനോട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വാക്കുകൾ ഇങ്ങനെ. ഷാലോം ഹമാസ് എന്നാൽ ഹലോ ആൻഡ് ഗുഡ് ബൈ എന്നാണ് അർത്ഥമാക്കുന്നത്. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. എല്ലാ ബന്ദികളെയും ഉടൻ വിട്ടയക്കുക. പിന്നീടല്ല, ഇപ്പോൾ തന്നെ. നിങ്ങൾ കൊലപ്പെടുത്തിയ ആളുകളുടെ എല്ലാ മൃതദേഹങ്ങളും ഉടൻ തിരികെ നൽകുക, അല്ലെങ്കിൽ നിങ്ങൾ അവസാനിച്ചു. ട്രംപ് തൻ്റെ ട്രൂത്ത് എന്ന സോഷ്യൽ സൈറ്റിൽ കുറിച്ച വരികളാണിത്. രോഗികളും ഭ്രാന്തന്മാരുമായ ആളുകൾ മാത്രമേ ശരീരങ്ങൾ സൂക്ഷിക്കൂ. നിങ്ങൾ രോഗബാധിതരും ഭ്രാന്തന്മാരുമാണ്. ഇസ്രായേലിന് അവരുടെ ജോലി പൂർത്തിയാക്കാൻ ആവശ്യമുള്ളതൊക്കെ ഞാൻ ഇവിടുന്ന് അയക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഒരു ഹമാസുകാരനും ഇനി ജീവനോടെ ഇരിക്കില്ല. നിങ്ങൾ നശിപ്പിച്ച നിങ്ങളുടെ മുൻബന്ധികളെ ഞാൻ കണ്ടുമുട്ടി. അവരുടെ വികാരങ്ങൾ ഞാൻ മനസ്സിലാക്കി. ഹമാസ് നേതൃത്വത്തിനും ഹമാസ് പ്രവർത്തകർക്കും ഗാസ വിടാനുള്ള സമയമായി. ഗാസയിലെ ജനങ്ങൾക്ക് മനോഹരമായൊരു ഭാവി കാത്തിരിക്കുന്നു. പക്ഷെ നിങ്ങൾ ബന്ദികളെ പിടിച്ചാൽ അങ്ങനെയല്ല. ബുദ്ധിപൂർവമായ ഒരു തീരുമാനം ഇപ്പോൾ തന്നെ ഹമാസ് എടുക്കുക, അല്ലെങ്കിൽ മരണത്തിന് നിങ്ങൾ തയ്യാറെടുക്കൂ. ഇതാണ് ട്രംപിൻ്റെ വാക്കുകൾ. ഇക്കഴിഞ്ഞ മാസവും ട്രംപ് സമാനമായ മുന്നറിയിപ്പുകൾ ഹമാസിന് നൽകിയിരുന്നു. ഹമാസിനെ കാത്തിരിക്കുന്നത് നരകമാണ് എന്ന് ട്രംപ് പറഞ്ഞിരുന്നു. 2023 ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ പിടികൂടിയ അമേരിക്കൻ പൗരന്മാരായ ബന്ദികളെ ഉടൻ വിട്ടയക്കാനുള്ള ചില രഹസ്യ ചർച്ചകൾ അമേരിക്ക നടത്തുന്നു. അതിനിടയിലാണ് ട്രംപിൻ്റെ ശക്തമായ ഈ വാക്കുകൾ. ഡൊണാൾഡ് ട്രംപിൻ്റെ വാക്കുകളിൽ വ്യക്തമാണ് കാര്യങ്ങൾ. ഇത് ഹമാസിനുള്ള മുന്നറിയിപ്പല്ല, മറിച്ച് ഇസ്രായേലിനോട് ഹമാസിനെ കയറി നിരത്താനുള്ള കൽപ്പനയാണ്. ഇസ്രയേലിൽ വലിയ സ്വീകാര്യതയാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഈ വാക്കുകൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഇസ്രയേൽ മന്ത്രിമാരും പ്രധാനമന്ത്രിയുമൊക്കെ ട്രംപിൻ്റെ വാക്കുകൾ ഏറ്റെടുത്തുവെന്ന് ലോകത്തോട് പറഞ്ഞു. മുൻപൊരിക്കൽ ഫെബ്രുവരി 11 എല്ലാ ബന്ദികളെയും വിട്ടയച്ചില്ല എങ്കിൽ ഹമാസിനെ കാത്തിരിക്കുന്നത് നരകമാണെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. അതിനുശേഷം ഏതാനും ചില ബന്ദികളെ ആദ്യഘട്ട വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി ഹമാസ് വിട്ടയച്ചിരുന്നു. പിന്നീട് രണ്ടാം ഘട്ട ചർച്ചകൾ പതറുന്നിടത്താണ് ട്രംപിൻ്റെ രൂക്ഷമായ ആക്രമണം. ഇസ്രായേലിന് $4 ബില്യൺ കൂടി സുരക്ഷാ സഹായം അമേരിക്ക അനുവദിച്ചു. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ സഹായം ഉടൻ ഇസ്രായേലിലെത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. ബുധനാഴ്ച തടവിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ബന്ദികളുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തി. തുടർന്നായിരുന്നു ട്രംപിൻ്റെ രൂക്ഷമായ വാക്കുകൾ. ഗാസയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട 8 ബന്ദികളെ കാണാൻ ട്രംപ് സമയം കണ്ടെത്തി. അവരുടെ ഹൃദയഭേദകമായ കഥകൾ പ്രസിഡന്റ് കേട്ടു. എല്ലാ ബന്ദികളെയും വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള പ്രസിഡന്റ് ട്രംപിൻ്റെ അചഞ്ചലമായ ശ്രമങ്ങൾ അദ്ദേഹം ഒരിക്കൽ കൂടി ഊന്നിപ്പറഞ്ഞു. പ്രസ് സെക്രട്ടറി കരോലിൻ ലിവറ്റിൻ്റെ വാക്കുകൾ. യുക്രൈനുമായുള്ള സംഭാഷണങ്ങളിൽ സമാധാനം മുന്നോട്ട് വയ്ക്കുന്ന ട്രംപ് ഗസയുടെ കാര്യത്തിൽ വളരെ വ്യക്തമായ നിലപാടാണ് കൈക്കൊണ്ടിരിക്കുന്നത്. ഇസ്രയേൽ അവരുടെ ജോലി ചെയ്തു തീർക്കാൻ ട്രംപ് ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുന്നു. ഒരൊറ്റ ഹമാസുകാരനെയും വെറുതെ വിടരുത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ വാക്കുകൾക്ക് പിന്നാലെ ഇസ്രയേലി അന്താരാഷ്ട്ര നേതാക്കൾ ബുധനാഴ്ച രാത്രി സമൂഹ മാധ്യമങ്ങളിൽ ട്രംപിന് ശക്തമായ പിന്തുണ അറിയിച്ചു. ഇസ്രയേൽ ധനമന്ത്രി ബെസലേൽ സ്ട്രോമിച്ച് എക്സിൽ പങ്കുവച്ച വരികൾ ഇങ്ങനെ: മിസ്റ്റർ പ്രസിഡന്റ്, ഇസ്രയേലിൻ്റെ സുരക്ഷയ്ക്കും മുഴുവൻ സ്വതന്ത്ര ലോകത്തിൻ്റെയും സുരക്ഷയ്ക്കും വേണ്ടിയുള്ള നിങ്ങളുടെ പ്രതിബദ്ധതയ്ക്കും നമ്മുടെ എല്ലാ ബന്ദികളെയും അവരുടെ വീടുകളിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിലുള്ള നിങ്ങളുടെ ഉത്കണ്ഠയ്ക്കും നന്ദി. ശരിയായ സമയത്തെ ശരിയായ മനുഷ്യനെന്നാണ് ഇസ്രയേലി മാധ്യമങ്ങൾ ട്രംപിനെ വിശേഷിപ്പിക്കുന്നത്. മോശം ആളുകളെ നേരിടാനും ലോകത്തിൽ സമാധാനം സ്ഥാപിക്കാനും ശരിയായ സമയത്ത് പ്രസിഡന്റ് ട്രംപ് ശരിയായ മനുഷ്യനെന്ന് തെളിയിച്ചിരിക്കുന്നു. പ്രസിഡന്റ് ട്രംപിൻ്റെ രീതികൾ ചിലർക്ക് വ്യത്യസ്തമായിരിക്കാം, പക്ഷേ അദ്ദേഹത്തിൻ്റെ രീതികൾക്ക് യഥാർത്ഥ ഫലങ്ങൾ ലഭിക്കുന്നുവെന്നാണ് ഇസ്രയേൽ പറയുന്നത്. നമ്മൾ ജീവിക്കുന്നത് കഠിനമായ ലോകത്താണ്. അതുകൊണ്ട് തന്നെ കഠിനമായ ചില പ്രവർത്തനങ്ങളും അനിവാര്യമാണ്. ഇത് നിങ്ങൾക്കുള്ള അവസാന മുന്നറിയിപ്പാണ് എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് വെറുതെയല്ല. ഇസ്രയേലുമായി എല്ലാവിധ ചർച്ചകളും തുടരുന്നതിനിടയിലാണ് ട്രംപിൻ്റെ ഈ രൂക്ഷമായ ആക്രമണം. നേരത്തെ ഗസയിലെ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇസ്രയേലിനെതിരെ ഉപരോധമടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് ജോ ബൈഡൻ ഭയപ്പെടുത്തിയിരുന്നു. ഏറെ വ്യത്യസ്തമാണ് ഇപ്പോൾ ഗസ മുനമ്പിൻ്റെ അവസ്ഥ. ഭക്ഷണം, ഇന്ധനം, മരുന്ന് തുടങ്ങിയവയുടെ വിതരണം ഇസ്രയേൽ നിർത്തിവെച്ചതിന് തൊട്ടു പിന്നാലെ ഗസയിൽ അവശ്യ വസ്തുക്കളുടെ വില കുതിച്ചുയർന്നു. അവശേഷിക്കുന്ന വസ്തുക്കൾ ഏറ്റവും ദുരിതമനുഭവിക്കുന്നവർക്ക് വിതരണം ചെയ്യാനുള്ള ശ്രമത്തിലാണ് സന്നദ്ധ പ്രവർത്തകർ. 16 മാസത്തിലധികം നീണ്ട യുദ്ധം,
ഈ കാലയളവിൽ അത്രയും ഗസയിലെ ജനങ്ങൾ പൂർണ്ണമായും ആശ്രയിച്ചിരുന്നത് പുറത്തുനിന്നെത്തുന്ന ഭക്ഷണത്തെയും മറ്റ് അവശ്യ വസ്തുക്കളെയുമാണ്. വീടുകൾ നഷ്ടപ്പെട്ട ജനങ്ങൾ ഭൂരിപക്ഷവും അഭയകേന്ദ്രങ്ങളിലാണ്. ആശുപത്രികൾ, ജലപമ്പുകൾ, ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ, ട്രക്കുകൾ തുടങ്ങിയവ പ്രവർത്തിക്കുന്നതിന് ഇന്ധനം അനിവാര്യമാണ്. കടുത്ത നടപടികളുമായി വലിയ സമ്മർദ്ദമാണ് ഇപ്പോൾ ഇസ്രയേൽ ചെലുത്തുന്നത്. അവശേഷിക്കുന്ന ബന്ദികളെ വിട്ടയപ്പിക്കാൻ ഈ സമ്മർദ്ദം അനിവാര്യമാണ് എന്ന് ഇസ്രയേൽ കണക്കുകൂട്ടുന്നു. വെടിനിർത്തൽ കരാറിൻ്റെ ആദ്യഘട്ടത്തിലെത്തിയ ഭക്ഷണ വസ്തുക്കൾ മുഴുവൻ വിതരണം ചെയ്തുവെന്നാണ് UN പറയുന്നത്. ഇനി ഗസ മുനമ്പിൽ അവശേഷിക്കുന്നത് 2 ആഴ്ചത്തേക്കുള്ള കരുതൽ ശേഖരം മാത്രം. അതിനുശേഷം കൊടിയ പട്ടിണിയാണ് ഗസ മുനമ്പിനെ കാത്തിരിക്കുന്നത്. വെടിനിർത്തൽ കരാർ ഹമാസിനെ കൊണ്ട് അംഗീകരിപ്പിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായാണ് ഈ ഉപരോധമെന്ന് ഇസ്രയേൽ പറയുന്നു. ജോ ബൈഡൻ ഭരണകൂടത്തിൻ്റെ കാലഘട്ടത്തിൽ അന്ന് ഇസ്രയേൽ ഗസ മുനമ്പിൽ നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് ഫ്രാൻസും ബ്രിട്ടനുമൊക്കെ കൈക്കൊണ്ടിരുന്നു. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിലെ ഈ രാജ്യങ്ങളൊക്കെ നിശബ്ദരാണ്. ട്രംപിന് മുന്നിൽ വിറച്ചു നിൽക്കാൻ മാത്രമേ മിക്ക ലോക നേതാക്കൾക്കും കഴിയൂ. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് കൈ ചൂണ്ടി പറയുന്നത്, ഇസ്രയേൽ നിങ്ങളുടെ ജോലി പൂർത്തിയാക്കൂ, ഹമാസിനെ നരകത്തിലേക്ക് അയക്കൂ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.